പൈനി സ്റ്റഡീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 കൊണ്ട് 3 കൊണ്ട് 4 5 6 എന്നീ സംഖ്യകൾ കൊണ്ടൊക്കെ ഒരു സംഖ്യ നിശേഷം ഹരിക്കുന്ന ആവുമെന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി പഠിച്ചു അല്ലേ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 8 കൊണ്ടും 9 കൊണ്ടും ഒക്കെ നിശേഷം ഹരിക്കാമെന്ന് കണ്ടുപിടിക്കാനുള്ള വഴിയാണ്. നോക്കാം. ആദ്യം 8 കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് കണ്ടുപിടിക്കാം. 8 കൊണ്ട് എങ്ങനെയാണ്? ഈ വലിയ സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാവോ ശിഷ്ടം വരുമോ എന്നാണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ്? അവസാനത്തെ 3 അക്കങ്ങൾ 0 ആണെങ്കിൽ ആ സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാം, ശിഷ്ടം ഉണ്ടാവില്ല. അവസാനത്തെ 3 അക്കം 0 അല്ലേ, 1 2. അപ്പൊ ഇതിനെ 8 കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെയാണ്? ഒരു നിബന്ധന, അവസാനത്തെ 3 അക്കങ്ങൾ 0 ആയിരിക്കണം. അപ്പോൾ 8 കൊണ്ട് നിശേഷം ഹരിക്കാം. അടുത്തൊരു നിബന്ധന എന്ന് പറഞ്ഞാൽ അവസാനത്തെ 3 അക്കങ്ങൾ 8ന്റെ ഗുണിതമായിരിക്കണം. ഇപ്പൊ 120 8ന്റെ ഗുണിതമാണോ എന്ന് വെച്ചാൽ 8ന്റെ പട്ടിക നമുക്ക് അത്രയും അറിയാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് ഹരിച്ചു നോക്കിയാൽ 120 ഭാഗം 8 ഓരട്ട് 8 4 40 5 40 അല്ലേ, 40. ശിഷ്ടം ഇല്ലല്ലോ, ശിഷ്ടം ഇല്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവസാനത്തെ 3 അക്കങ്ങൾ 8ന്റെ ഗുണിതമാണെന്ന് മനസ്സിലാവും. 15 120 അല്ലേ. അപ്പോൾ ശിഷ്ടം ഇല്ലാതെ വന്നപ്പോൾ ഈ 120 എന്നുള്ളത് 8ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഈ സംഖ്യയെയും 8 കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് കണ്ടുപിടിക്കുക അല്ലേ. ഇനിയോ അടുത്തൊരു സംഖ്യ കൂടെ നോക്കാം നമുക്ക്. 125 അവസാനത്തെ സംഖ്യ. 3 0 അല്ലല്ലോ, അല്ല. അപ്പൊ പിന്നെ 125. 125നെ ഡിവൈഡ് ചെയ്യുമ്പം ശിഷ്ടം കിട്ടുമോ? കിട്ടുമല്ലേ. ഇത് കാരണം 120 നമ്മൾ ഹരിച്ചപ്പം പൂർണ്ണമായിട്ട് കിട്ടിയപ്പോൾ 125ന് ശിഷ്ടം വരുമെന്ന് ഉറപ്പല്ലേ. അപ്പോൾ ഇത് 8 കൊണ്ട് നിശേഷം നമുക്ക് ഹരിക്കാൻ പറ്റില്ല എന്നറിയാം അല്ലേ. അല്ലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 125നെ 8 കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പോൾ ഇവിടെ റിമൈൻഡർ വരും. അപ്പോൾ ഇത് 8 കൊണ്ട് നിശേഷം നമുക്ക് ഹരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ട ഏതാണ്? 9 കൊണ്ട് നിശേഷം ഹരിക്കാവോ എന്നാണ്. ഇത് കണ്ടോ, ഈ സംഖ്യകളൊക്കെ 9 കൊണ്ട് നിശേഷം ഹരിക്കാവോ എന്ന് നോക്കാം അല്ലേ. 9 കൊണ്ട് നിശേഷം ഹരിക്കാവോ എന്ന് നോക്കാം. അതിനെന്താണ് നിബന്ധന എന്ന് ചോദിച്ചാൽ ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്തായിരിക്കണം? 9ന്റെ ഗുണിതമായ ആണോ എന്ന് നോക്കുക. നോക്കിയേ, 5 3 8 8 4 12 12 8 20 27 27 കിട്ടും അല്ലേ. 27 എന്ന് പറയുന്നത് 9ന്റെ ഗുണിതമല്ലേ. 3 9 27. അപ്പോൾ ഈ സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാം അല്ലേ. അടുത്തതോ ഇത് നോക്കാം. 3 3 6 3 9 5 14. 14 എന്ന് പറയുന്നത് 9ന്റെ ഗുണിതമാണോ? 9 9 20 18. 14 എന്നുള്ളത് 9ന്റെ ഗുണിതമല്ല. അപ്പോൾ ഇതിനെ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. ഇത് നോക്കിക്കേ, 726. 6 8 8 7 15. 15ഓ 9ന്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ ഇതിനെയും നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല. അപ്പോൾ 9 കൊണ്ട് എങ്ങനെ മനസ്സിലാക്കുന്നത്? ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമാണോ എന്ന് നോക്കിയാൽ എളുപ്പപ്പെടുത്തി നമുക്ക് നിശേഷം ഹരിക്കാമെന്ന് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഇതിന് 27 കിട്ടി. അത് 27 9ന്റെ ഗുണിതമാകൊണ്ട് ഇതിനെ പറ്റും, ഇത് പറ്റില്ല, ഇത് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 8 കൊണ്ടും 9 കൊണ്ടുമുള്ള നിശേഷ ഹരണമാണ്. മിക്കവാറും LDC പരീക്ഷയ്ക്കും ഈ ലാസ്റ്റ് ഇയർ പരീക്ഷയ്ക്കും ഒക്കെ ഇത് ചോദിക്കാറുണ്ട്. കുറേ സംഖ്യകൾ തരും, എന്നിട്ട് ഇതിൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റാത്ത സംഖ്യ കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വിദ്യ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് അതിനൊരു മാർക്ക് പോകാതിരിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.